Depth of field. What is depth of field? ഈ പല ക്യാമറയുടെ സെഷൻസിലും ഒക്കെ റെഫർ ചെയ്യുന്ന ഒരു ടേമാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം റേഞ്ച് ഇൻ ഫോക്കസ്, അതാണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ മീനിങ്. ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്, ഒന്ന് ഡീപ്പർ ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ഹയർ ഡെപ്ത് ഓഫ് ഫീൽഡ്. ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലുള്ള വസ്തുക്കൾ മാത്രം ഫോക്കസിലും അതിന് പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആയിട്ടിരിക്കുന്നതാണ് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്. മറ്റേ സിറ്റുവേഷനിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റും രണ്ടും ഫോക്കസിലിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. ഈ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് 3 വഴിയുണ്ട്. ഒന്ന്, അപ്പർച്ചർ വാല്യൂ ഏറ്റവും കുറച്ച് വെക്കുക. ചില ക്യാമറകളിൽ ചില ലെൻസിൽ 1.2 1.8 വരെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയിൽ എത്രമാത്രം കുറവുണ്ടോ ഏറ്റവും കുറച്ച് വെക്കുക. അതാണ് നമ്പർ 1 മെത്തേഡ്. പിന്നെ അതിനുശേഷം എക്സ്പോഷർ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ അപ്പർച്ചർ കുറച്ച് വെച്ചെടുത്തു കഴിഞ്ഞാലും ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ദൂരെയാണെങ്കിൽ മാത്രമേ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുകയുള്ളൂ. ആ ബാക്ക്ഗ്രൗണ്ട് വളരെ ക്ലോസ് ആയിരുന്ന ഒരിക്കലും നിങ്ങൾക്ക് നല്ല ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടില്ല. നമ്പർ 2, ഈ ടെലിഫോക്കസ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കും. ദൂരെയുള്ള ഒരു വസ്തുവിനെ, കുറച്ച് ദൂരെയുള്ള വസ്തുക്കൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. കുറച്ച് ദൂരെയുള്ള വസ്തുക്കളെ നമ്മളുടെ ക്യാമറ ഉള്ളിലേക്ക് തന്നെ എൻലാർജ് ചെയ്ത് കൊണ്ടുവരികയും അതിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്ലേഡായിട്ട് തോന്നുകയും ചെയ്യുന്നതായിട്ടുള്ളൊരവസ്ഥ. ആ ഫോക്കസ് ചെയ്യുന്ന ഐറ്റംസ് മാത്രം വളരെ ക്ലിയർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് വേരി ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഈ 3 വഴിയിലൂടെ, അതായത് ഫസ്റ്റ് ആക്ച്വലി ദി അപ്പർച്ചർ, സെക്കൻഡ് മൂവിങ് ദി സബ്ജക്റ്റ് away from the background, third using a telephoto lens, you can vary the depth of field. Hope you understood and you can make use of it. Thanks.